പരിചയമുള്ളവരോ അല്ലാത്തവരോ എന്ന് നോക്കാതെ മൊത്തം മുസ്ലിമീങ്ങളോടുള്ള ഗുണകാംക്ഷ നസീഹത്ത് വഅമ്മതിഹിം എന്ന് പറഞ്ഞ മൊത്തം മുസ്ലിമീങ്ങളോട് ഗുണകാംക്ഷ ഉണ്ടാവേണ്ടവരാണ് ഞാൻ എന്ന ആ ഒരു ചിന്തയാണ് ഈ നിലക്കുള്ള രീതികൾക്ക് അവരെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതേപോലെ കുടുംബത്തോട് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കുടുംബത്തോട് ഗുണകാംക്ഷ ഉണ്ടാവേണ്ടവരാണ് ഓരോരുത്തരും. ഒരു പിതാവാണെങ്കിലും മാതാവാണെങ്കിലും മകനാണെങ്കിലും ഒരു കുടുംബത്തിൽ ഏത് റോളാണോ നമുക്കുള്ളത് ആ രംഗത്തൊക്കെയും നാം ഗുണകാംക്ഷ ഉള്ളവരാവേണ്ടവരാണ്. എല്ലാ രംഗത്തും അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ വിശദീകരിക്കുന്ന പഠിപ്പിക്കുന്ന സ്വഹാബിമാർ പാലിക്കുന്ന ഒരുപാട് അധ്യാപനങ്ങളിൽ ആ നിലക്കുള്ള ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വഹാബിമാർ തങ്ങളുടെ മക്കൾക്ക് ഗുണകാംക്ഷ കാണിച്ചത്, മാതാക്കളും പിതാക്കളും തങ്ങളുടെ മക്കളോട് ഗുണകാംക്ഷയുള്ളവരായത് എല്ലാം നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കുന്നു. മഹാനായ സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ്, മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ഖാലലി അബി വഖദ് ബലഗതു 15 സന, എനിക്ക് 15 വയസ്സ് പ്രായമായപ്പോൾ എൻ്റെ പിതാവ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. 15 വയസ്സ് തികഞ്ഞപ്പോൾ എൻ്റെ പിതാവിനോട് പറയുകയാണ്, മോനെ ഇന്നഹു ഖദ് ഖദത് അൻക ശറാഇ അസ്ബാ, മോനെ നിന്റെ ജീവിതത്തിൽ കുട്ടിക്കാലം കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഫത്തബിൽ ഖൈറ, നീ ഖൈറിനെ പിൻപറ്റണം, തകും മിൻ അഹ്ലിഹി, എങ്കിൽ നിനക്ക് ആ ഖൈറിന്റെ ആളായി മാറാൻ കഴിയും. ഖൈറിനെ പിൻപറ്റുക എങ്കിൽ ഖൈറിന്റെ ആളായി മാറാൻ കഴിയുമെന്ന് സുഫ്യാൻ ഇബ്നു ഉയൈന എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ മഹാനായ പണ്ഡിതൻ, ഇമാം ഷാഫിയുടെയും ഇമാം അബൂ ഹനീഫയുടെയും ഇമാം മാലിക്കിന്റെയും ഇമാം അഹ്മദിന്റെയും ഒക്കെ ആ നിലവാരത്തിലേക്ക് എത്തിയ മഹാനായ പണ്ഡിതൻ സുഫ്യാൻ ഇബ്നു ഉയൈന, അദ്ദേഹത്തോട് 15-ാമത്തെ വയസ്സിൽ സ്വന്തം പിതാവ് വിളിച്ചു നൽകുന്ന ഉപദേശമാണ്, മോനെ നീ ഫത്തബിൽ ഖൈറ, ഖൈറിനെ പിൻപറ്റണം, എങ്കിൽ തകും മിൻ അഹ്ലിഹി, നീ ഖൈറിന്റെ ആളായി മാറുമെന്ന് പറയുന്നു. ആ മകൻ പിന്നീട് പറയുകയാണ്, ഫജഅൽതു വസിയത അബി ഖിബ്ലതൻ അമീദു ഇലൈഹാ വലാ അമീദു അൻഹാ, എൻ്റെ പിതാവിൻ്റെ വസിയത്ത്, എൻ്റെ പിതാവിൻ്റെ ആ ഉപദേശം അത് ഞാൻ ഖിബ്ലയാക്കി മാറ്റി. അമീദു ഇലൈഹാ, ആ ഖിബ്ലയിലേക്കാണ് ഞാൻ തിരിയുന്നത്. വലാ അമീദു അൻഹാ, ആ ഖിബ്ലയിൽ നിന്ന് ഞാൻ തിരിഞ്ഞു പോയിട്ടേ ഇല്ല, ആ ഖിബ്ല വിട്ട് ഞാൻ മാറിയിട്ടില്ല. ആ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അതിനെ ഖിബ്ലയായി സ്വീകരിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം മുഴുവനും ഞാൻ ക്രമീകരിച്ചതെന്ന് പഠിപ്പിക്കുന്നു ആ സുഫ്യാൻ ഇബ്നു ഉയൈന എന്ന് പറയുന്ന ആ മകനെ. അതുകൊണ്ട് തന്നെ ലോകപ്രസിദ്ധനായ പണ്ഡിതനായി കാണാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നതിലെ യാഥാർത്ഥ്യം. പ്രവാചക സ്വഹാബിയായ പ്രവാചകരുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനിയത്തി കൂടിയായ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ, ആ അസ്മാ റളിയല്ലാഹു അൻഹാ തന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ വിളിച്ചുകൊണ്ട് നൽകുന്ന ഉപദേശങ്ങൾ കാണാൻ കഴിയും. യാ ബുനയ്യ ഇൻ കുൻത തഅലമു അന്നക ലഹഖിൻ തദ്ഉ ഇലൈഹി ഫംലി അലൈഹി, എൻ്റെ മോനെ നീ ചെയ്യുന്ന കാര്യം ഏതൊരു കാര്യമാണെങ്കിലും അത് ഹക്കാണ് എന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ, ഹക്കാണ് എന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ അതിൻ്റെ പാതയിൽ നീ പോയിക്കൊള്ളുക. ഹക്കാണ് എന്ന് ഉറപ്പുള്ള കാര്യമാണോ നീ ചെയ്യുന്നത് എങ്കിൽ ചെയ്തു കൊള്ളുക, അതിന്റെ പിന്നാലെ പോയിക്കൊള്ളുക. അതല്ല എന്റെ ഉദ്ദേശം ദുന്യാവാണെങ്കിൽ, ഭൗതിക നേട്ടമാണെങ്കിൽ നിന്നേക്കാൾ മോശമായ മറ്റാരാണ് മോനെ ഈ ലോകത്തുണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും ആ ദുന്യാവിന്റെ പിന്നാലെ പോയേക്കരുത്. ദുന്യാവിന്റെ പിന്നാലെ പോയാൽ നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും നശിപ്പിക്കാൻ മാത്രമേയുള്ളൂ നീ. അതുകൊണ്ട് നീ ഒരിക്കലും ദുന്യാവിന്റെ പിന്നാലെ കൂടാതെ ഹക്കേലാണ് എന്നാണോ ബുദ്ധിമുള്ളത്, ആ ഹക്കിന്റെ പിന്നാലെ പോകണം എന്ന് പറഞ്ഞു നൽകുന്ന ഉപദേശങ്ങളിൽ അവസാനം, ആ ഉപദേശമെല്ലാം കേൾക്കുമ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു, മകൻ മാതാവിനോട് പറഞ്ഞ വാക്കുകള്, യാ ഉമ്മ, അല്ലയോ എൻ്റെ മാതാവേ, ഇന്നി അഖാഫു ഇൻ ഖതലനി അഹ്ലു ശാമി അയ്യുമസ്സിലു ബി വയുസല്ലിബൂനി. മകൻ മാതാവിനോട് പറയുന്നു, അല്ലയോ മാതാവേ, ശാമുകാർ, സിറിയക്കാർ എന്നെ കൊന്നുകളഞ്ഞാൽ എന്നെ അവര് തൊലിയുരിക്കുമെന്ന്, അംഗച്ഛേദം നടത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു മാതാവേ എന്ന് പറയുമ്പോൾ മാതാവിന്റെ മറുപടി, അല്ലയോ മോനെ, മോനെ, ഒരു ആടിനെ അറുത്തു കഴിഞ്ഞാൽ പിന്നെ അറുക്കപ്പെട്ട ആടിനെ തൊലിയുരിക എന്നുള്ളത് ആടിന് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് കൊല്ലപ്പെട്ടെങ്കിൽ പിന്നെ അംഗച്ഛേദം വരുത്തുമെന്ന് പേടിച്ച്, ക്രൂശിക്കുമെന്ന് പേടിച്ച് നീ എന്തിനാണ് ഹക്ക്
ഹക്കിനെതിരായി പോകുന്നത്. അതുകൊണ്ട് നിന്റെ ഉൾക്കാഴ്ച പ്രകാരം ഹക്കിന്റെ പാതയിലൂടെ നീ മുന്നേറുക. പടച്ച റബ്ബിനോട് സഹായം അർത്ഥിക്കുകയും ചെയ്യുക എന്ന് പഠിപ്പിച്ച അസ്മാ റളിയല്ലാഹു അൻഹയെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ ഖുർആൻ എടുത്തു പറഞ്ഞ ലുഖ്മാനുൽ ഹകീം അലൈഹിസ്സലാം ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു അധ്യായം തന്നെ ആ മഹാന്റെ പേരിൽ ഖുർആൻ അവതരിപ്പിച്ചുവല്ലോ. ആ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് നൽകുന്ന ഉപദേശങ്ങൾ, ധാരാളം ഉപദേശം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ ഇമാം അഹ്മദ് തന്റെ കിതാബുസ് സുഹ്ദിൽ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ബുനയ്യ ഇന്ന ദുനിയാ ബഹറുൻ അമീഖ്. ഐ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്ന ദുനിയാ ബഹറുൻ അമീഖ്, തീർച്ചയായും ദുനിയാവ് ആഴമേറിയ സമുദ്രമാണ്. ദുനിയാവ് ആഴമേറിയ സമുദ്രമാണ്. അതുകൊണ്ട് ആ സമുദ്രം ഫഖദ് ഗരിഖ ഫീഹി നാസുൻ കസീർ, ആ സമുദ്രത്തിൽ ഒരുപാട് ആളുകൾ മുങ്ങി നശിച്ചിട്ടുണ്ട് മോനെ. ദുനിയാവെന്നാൽ ആഴമുള്ള ഒരു ബഹറാണ്, ആഴമുള്ള സമുദ്രമാണ്. എത്രയോ ആളുകൾ ആ ദുനിയാവാകുന്ന സമുദ്രത്തിലേക്ക് ഇറങ്ങി അതിന്റെ ആഴങ്ങളിൽപ്പെട്ട് മരിച്ചുപോയ, നശിച്ചുപോയ എത്രയോ മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് ഫജ്അൽ സഫീനതക ഫീഹാ തഖ്വല്ലാഹി അസ്സ വജല്ല, ആ ദുനിയാവാകുന്ന സമുദ്രത്തിന് രക്ഷപ്പെടാനുള്ള കപ്പൽ അല്ലാഹുവിനോടുള്ള തഖ്വയാക്കി മാറ്റണം നീ. തഖ്വയാണ് രക്ഷപ്പെടാൻ പറ്റുന്ന കപ്പൽ. ആ കപ്പലിൽ കയറാനായോ എങ്കിൽ ദുനിയാവാകുന്ന കടലിൽ നിനക്ക് രക്ഷപ്പെടാം. അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആ കടലിൽ മുങ്ങി നശിച്ചതുപോലെ മോനെ നീ നശിക്കും. അതുകൊണ്ട് തഖ്വയും ഈമാനും നീ കാത്തു സൂക്ഷിക്കുക. അതിന്റെ പായകള് അല്ലാഹുവിന്റെ തവക്കുലാണ്, അതിനെ പ്രത്യേകം സൂക്ഷിക്കുക. എങ്കിൽ ലഅല്ലക തൻജു, നിനക്ക് രക്ഷപ്പെടാനായേക്കാം. തഖ്വയും ഈമാനും തവക്കുലും അത് മൂന്നും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചുവെങ്കിൽ ലഅല്ലക തൻജു, ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ വലാ അറാക നാജിയ, എന്നാലും നീ രക്ഷപ്പെടുമെന്ന അഭിപ്രായം എനിക്കില്ല മോനെ, നീ രക്ഷപ്പെടുമെന്ന അഭിപ്രായം എനിക്കില്ല മോനെ. അതുകൊണ്ട് തഖ്വയും ഈമാനും തവക്കുലും ജീവിതത്തിൽ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കാൻ തയ്യാറാവണേ എന്ന് സ്വന്തം മകനെ ഉപദേശിക്കുന്ന പിതാവാണ് ലുഖ്മാൻ അലൈഹിസ്സലാമെങ്കിൽ ഗുണകാംക്ഷയാണത്. തൻ്റെ മകന് ഗുണമുണ്ടാകണമെന്ന്, തൻ്റെ മകൻ പാരത്രികമായ ലോകത്ത് സ്വർഗത്തിലേക്ക് എത്തണമെന്ന് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ പാതയിലേക്ക് എത്താനായാൽ അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് പഠിപ്പിക്കപ്പെട്ട ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആരാണ് നരകത്തിൽ അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് അവനാണ് വിജയിച്ചവനെന്ന ആ ആശയം ജീവിതത്തിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ തയ്യാറായപ്പോൾ തൻ്റെ മക്കളെ കൂടി ആ രൂപത്തിലേക്ക് വരണമെന്ന താല്പര്യം കൊണ്ടാണല്ലോ ഒരു പിതാവിന് ഈ രൂപത്തിൽ മക്കളെ ഉപദേശിക്കാൻ സാധിക്കുക. ആ ഒരു ഗുണകാംക്ഷയായ പിതാവായി മാറാൻ, ഒരു കുടുംബനാഥൻ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു ഗുണകാംക്ഷയുള്ള മകനായി മാറാൻ, ഗുണകാംക്ഷയുള്ള ഭാര്യയായി, ഭർത്താവായി മാറാൻ എല്ലാം സാധിക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബിൻ മുഹമ്മദ് എന്ന് പറയുന്ന മഹാന്റെ ഭാര്യ അദ്ദേഹത്തെ പാതിരാ സമയത്ത് വിളിച്ചുണർത്തി പറയുന്ന വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭാര്യ വിളിച്ചു പറയുകയാണ്, ഖും യാ റജുൽ, അല്ലയോ മനുഷ്യ എഴുന്നേൽക്കണം. എന്തേ കാരണം? ഫഖദ് ദഹബൽ ലൈലു, രാത്രി ഇതാ പോകാൻ തുടങ്ങുകയാണ്, രാത്രി അവസാനിക്കുകയാണ്. വജാഅൻ നഹാർ, പകൽ വരാൻ തുടങ്ങുന്നു. വബൈന യദൈക ത്വരീഖുൻ ബഈദ്, താങ്കളുടെ മുമ്പിൽ ഇനിയും ധാരാളം വിദൂരമായ വഴിയുണ്ട്, ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. സ്വർഗത്തിലേക്ക് എത്താൻ രക്ഷപ്പെടണമെങ്കിൽ ഇനിയും ഒരുപാട് വിഭവങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. വിഭവം കുറവാണ്. വസാദുൻ ഖലീൽ, ഒരുപാട് ദൂരമുണ്ട്, പക്ഷേ യാത്രാ സാമഗ്രി കുറവാണ് ഭർത്താവേ. അതുകൊണ്ട് എഴുന്നേൽക്കുക, ആരാധന മുഴുകുക, നമസ്കരിക്കുക. സ്വാലിഹീങ്ങളൊക്കെയും ഇതാ മുമ്പേ നടന്നുപോയി, നമ്മൾ മാത്രമാണ് അവശേഷിക്കുന്നവർ. അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ ഇനിയും ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭർത്താവേ ഉണരണം, എഴുന്നേൽക്കണം. ഇനി മുമ്പോട്ട് നീങ്ങാൻ, ഇബാദത്തിലൂടെ മുഴുകാൻ, നന്മയിലേക്ക് മുന്നേറാൻ തയ്യാറാവണമെന്ന് ഉപദേശിക്കുന്ന ഭാര്യയെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ
ഉപദേശിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം കാംക്ഷിച്ചുകൊണ്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ, അതേപോലെ മാതാപിതാക്കളും മക്കളുമായി ജീവിക്കുവാനാകുന്നുവെങ്കിൽ അവിടെയാണ് മതം പാലിക്കുന്നവരായി മാറുന്നത്. അദ്ദീനു അന്നസീഹ, മതം ഗുണകാംക്ഷയാണ് എന്ന അധ്യാപനം ജീവിതത്തിൽ പാലിച്ചവരായി മാറുക ആ രംഗത്താണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതോടൊപ്പം മൊത്തം സമൂഹത്തോട്, മുസ്ലിം സമൂഹത്തോട്, എല്ലാ മനുഷ്യ സമൂഹത്തോടുമുള്ള ഗുണകാംക്ഷ കൂടി